ഒരു സ്പെസിഫിക് മോഡ്യൂളിനെ കുറിച്ച് പറയാനാണ് ഈ വീഡിയോ. ഇതെന്ന് പറഞ്ഞാൽ മൊബൈൽ ഫാസ്റ്റ് ചാർജിങ് മോഡ്യൂളാണ്. അതായത് നിങ്ങൾക്കൊരു ബെഞ്ച് പവർ സപ്ലൈ ഉണ്ടെന്ന് വെച്ചോ, അതും 9 വോൾട്ടിൽ കൂടുതലുള്ള, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ബെഞ്ച് പവർ സപ്ലൈയിൽ ഈ ഒരു സാധനം ആഡ് ചെയ്യാം. അപ്പം നിങ്ങളുടെ ബെഞ്ച് പവർ സപ്ലൈ ഒരു ഫാസ്റ്റ് ചാർജിങ് മൊബൈൽ ചാർജറും കൂടെ ആവും. ഇനി നിങ്ങൾക്കൊരു 12 വോൾട്ട് ബാറ്ററി ഉണ്ടെങ്കിലോ അതിനകത്ത് ഇവനെ കണക്ട് ചെയ്താൽ അതൊരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള ഒരു പവർ ബാങ്ക് ആയിട്ട് മാറും. നിങ്ങൾക്കിത് ഉപയോഗിച്ച് ഒരേ സമയം 2 മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെയാണ് ഇതിൻ്റെ സപ്പോർട്ടഡ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ പ്രോട്ടോക്കോൾ, ചാർജിങ് പ്രോട്ടോക്കോൾ. ഇവിടെ നിങ്ങൾക്ക് QC2ഉം QC3യും കാണാം. QC2 എന്ന് പറഞ്ഞാൽ ഫിക്സഡ് വോൾട്ടേജ് സപ്പോർട്ടും QC3 എന്ന് പറഞ്ഞാൽ വേരിയബിൾ വോൾട്ടേജ് സപ്പോർട്ടാണ്. അപ്പോൾ QC3യിൽ 3.7 മുതൽ 32 വോൾട്ട് വരെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ മോഡ്യൂളിൽ 6 വോൾട്ട് വരെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. 6 മുതൽ 32 വോൾട്ടേജ് വരെ കൊടുക്കാൻ പറ്റും. ഇനി നിങ്ങൾ ഇതിനകത്ത് 6 വോൾട്ടേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഫിക്സഡ് വോൾട്ടേജ് ചാർജിങ് ആയിരിക്കും നടക്കുന്നത്. അതായത് 5 വോൾട്ടേജ് ഫിക്സഡ് വോൾട്ടേജ് ചാർജിങ്, അതായത് QC2 ചാർജിങ് ആയിരിക്കും നടക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി സിംഗിൾ ആയിട്ടുള്ള 2 ഫാസ്റ്റ് ചാർജിങ് മോഡ്യൂളിനെ ഒരു PCBയിൽ അസംബിൾ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതായത് ഞാനിവിടെ ഉണ്ടാക്കുന്ന 100 വാട്ട് എമർജൻസി ലൈറ്റിനകത്ത് ഇവനെ കൂടെ കണക്ട് ചെയ്യുന്നുണ്ട്, ഒരു പവർ ബാങ്ക് ആക്ട് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടത്. അപ്പം നിങ്ങൾക്ക് ഈ മോഡ്യൂളിനെ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടും, ഇതെന്തോന്നാണ് എന്തിനാണെന്നൊക്കെ. പിന്നെ ഈ മോഡ്യൂളിൽ 2 LED ഉണ്ട്. ബ്ലൂ കളർ LED ആണ്, അത് പവർ ഇൻഡിക്കേഷന് വേണ്ടിയിട്ടുള്ള LED ആണ്, അല്ല വേറൊരു പർപ്പസും ഇല്ല. പിന്നെ ഇതിനകത്ത് പവർ സപ്ലൈ ഇൻപുട്ട് ചെയ്യാൻ 2 വഴിയുണ്ട്. ഒന്ന് DC ജാക്ക്, സാധാരണ ഉള്ള DC ജാക്ക്, നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന DC ജാക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് പവർ സപ്ലൈ ഇതിനകത്ത് കൊടുക്കാം. സെൻറ്ററാണ് പോസിറ്റീവ്. പിന്നെ അല്ലാത്ത ഒരു വഴി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ സോൾഡർ ചെയ്തും കൊടുക്കാം. കാരണം പവർ ബാങ്കിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ സോൾഡർ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് വേ. ഇൻപുട്ട് മൈനസും ഇൻപുട്ട് പ്ലസും മൈനസും ആയിട്ടുള്ള പവർ സപ്ലൈ കൊടുക്കാം. പക്ഷേ ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പം DC ജാക്ക് ഉപയോഗിച്ചായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ DC ഇൻപുട്ട് കൊടുക്കേണ്ട അതിനകത്ത് എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് നോക്കാം. ഞാനെന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ബെഞ്ച് പവർ സപ്ലൈ കൊടുത്തിരിക്കുകയാണ്, 12 വോൾട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ 12.24 വോൾട്ടേജാണ് നമ്മൾ ഇൻപുട്ടായിട്ട് ഈ മോഡ്യൂളിൽ കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് മൾട്ടിമീറ്ററൊക്കെ എടുത്ത് മാറ്റാം. അതിനുശേഷം DC ജാക്ക് നമുക്ക് ഈ ഫാസ്റ്റ് ചാർജിങ് മോഡ്യൂളിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കാം. അതിനകത്ത് കൊടുത്ത ഉടനെ ബ്ലൂ LED കത്തുന്നതാണ്ടോ. ഈ ബ്ലൂ LED എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡിക്കേഷന് വേണ്ടി മാത്രമാണ് കൊടുക്കുന്നത്, അല്ലാതെ വേറെ ഒരു പർപ്പസും അതിന് ഇല്ല. ഇനി നമുക്ക് ചാർജിങ് കേബിൾ കണക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ടൈപ്പ് സിയുടെ ചാർജിങ് കേബിളാണ് എടുത്തിട്ടുള്ളത്. ഫാസ്റ്റ് ചാർജിങ് എനേബിൾ ചെയ്യാൻ 3 കാര്യങ്ങൾ വേണം. ഒന്നെന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള മൊബൈലായിരിക്കണം. 2 നിങ്ങളുടെ ചാർജർ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള ചാർജർ ആയിരിക്കണം. പിന്നെ 3ാമത്തെ നിങ്ങളുടെ ചാർജിങ് കേബിൾ ഫാസ്റ്റ് ചാർജിങ് എനേബിൾഡ് ആയിരിക്കണം. ഇത് 3 ഉണ്ടെങ്കിൽ മാത്രമേ ഫാസ്റ്റ് ചാർജിങ് എനേബിൾ ആവുകയുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കണ്ടറിയാം, എൻ്റെ മൊബൈൽ ചാർജിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ 5 വോൾട്ടിലായിരുന്നു ചാർജ് ചെയ്യണം. അതായത് ഫിക്സഡ് വോൾട്ടേജ് ചാർജിങ് ആണ് സ്റ്റാർട്ട് ഇനിഷ്യൽ സ്റ്റേജിൽ. അതിനുശേഷം ഹാൻഡ് ഷേക്കിംഗ് തുടങ്ങും. ഹാൻഡ് ഷേക്കിംഗ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഒരു സിഗ്നൽ ഇതിന് കൊടുക്കും, ചാർജറിന് കൊടുക്കും. അതായത് ഞാൻ ഫാസ്റ്റ് ചാർജിങ് എനേബിൾഡ് ആയിട്ടുള്ള സാധനമാണ്, അതുകൊണ്ട് എനിക്ക് കൂടുതൽ വോൾട്ടേജ് തരൂ, പെട്ടെന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ സിഗ്നലിനെ ചാർജർ അനലൈസ് ചെയ്തിട്ട് അത് കറക്റ്റ് ആണെന്നും ആ പ്രോട്ടോക്കോൾ എല്ലാം കറക്റ്റാണ്, പ്രോട്ടോക്കോൾ വഴി സെൻഡ് ചെയ്ത ഹാൻഡ് ഷേക്കിംഗ് കറക്റ്റ് ആണെന്നും ഉറപ്പിച്ചതിന് ശേഷം ഇവൻ എന്ത് ചെയ്യും, ചാർജർ കൂടുതൽ വോൾട്ടേജ് കൊടുക്കും. കൂടുതൽ വോൾട്ടേജ് കൊടുത്ത് ഫാസ്റ്റ് ചാർജിങ് എനേബിൾ ചെയ്യും. ഇപ്പം കണ്ട ഫാസ്റ്റ് ചാർജിങ് എനേബിൾ ആയത് കണ്ട. ഫാസ്റ്റ് ചാർജിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചാർജർ മൊബൈലിന് കൊടുക്കുന്ന കറണ്ട് വോൾട്ടേജ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പം 100 മില്ലി ആംപിയർ, ചിലപ്പം 1 ആംപിയർ, ചിലപ്പോൾ 1.5 ആംപിയർ, ചിലപ്പോൾ 1.2 ആംപിയർ, അങ്ങനെ ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം 28% ചാർജിൽ നിന്ന് 30% ആക്കാൻ എത്ര സമയം എടുക്കുമെന്ന്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചാർജിങ് മോഡ്യൂൾ ഒരു ബോക്സിനകത്ത് വല്ലതും വെക്കണമെങ്കിൽ ഹീറ്റ് ഡിസിപ്പേഷന് എനഫ് സ്പേസ് കൊടുക്കണം കേട്ടോ. കാരണം ഫാസ്റ്റ് ചാർജിങ്ങിൽ ഇത് ചെറുതായിട്ട് വാമാവും. ഇത് കണ്ട, ഇപ്പം ഇത് 30% ആയി. 30% ആവാൻ വെറും 2 മിനിറ്റേ വേണ്ടി വന്നുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ എന്ന് ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കണേ. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ ഞാൻ 100 വാട്ടിൻ്റെ ഒരു എമർജൻസി ലൈറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് മോഡ്യൂളും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മടിക്കല്ലേ. മറുപടി എന്ന് പറഞ്ഞാൽ തിരക്ക് കാരണം ചിലപ്പം ഡിലേ ആവും, എന്നാലും ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.